ഏതാണ്ട് 2 മണിക്കൂറായി തൃശൂർ നഗരം പുലികളാൽ നിറഞ്ഞിരിക്കുകയാണ്. പുലികൾ കീഴടക്കിയിരിക്കുന്ന ഒരു നഗരത്തെ ആകെ എന്നതാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ, അത് താളത്തിൽ ചുവട് വയ്ക്കുന്ന പുലികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുലിക്കുടകളുണ്ട്, ഒപ്പം തന്നെ മീൻ പുലി വണ്ടി, അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ബാക്കിയുള്ളത് എന്നതറിയാനാണ് കാത്തിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, AI പുലി ഉണ്ടാകും, അതുപോലെ ഫ്ലൂറസെന്റ് പുലി, ഇതൊക്കെ ഉണ്ടാകുമെന്നതാണ്. അതൊക്കെ പുറത്തേക്ക് വരാറായോ? സമയമാകുന്നു അനുജ. അല്പസമയത്തിനകം തന്നെ ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥ മാറും. സന്ധ്യ ആയിരിക്കുന്നു, ഇരുട്ട് വീഴും. സ്വാഭാവികമായും ഇനി കാണാനിരിക്കുന്ന സർപ്രൈസ് പുലികളെ സംബന്ധിച്ചുള്ള ആ ഒരു കാഴ്ചയാണ്. അതിൽ ഫ്ലൂറസെന്റ് പുലികളുണ്ട്, പലതരത്തിലുള്ള വൈവിധ്യമാർന്ന പുലികളുണ്ട്. ആ പുലികളെ എല്ലാം തന്നെ തെളിയണമെങ്കിൽ അത് ഇരുട്ട് വീഴണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓരോ സംഘങ്ങളായി എത്തുന്നു. അത് വെളിയന്നൂർ ദേശം മാത്രമാണ് തെക്കേ ഗോപുരം കടന്ന് പോയിട്ടുള്ളത്. അടുത്ത സംഘം ഇപ്പോൾ നമുക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ നിശ്ചല ദൃശ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏത് സംഘമാണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അത് അടുത്തെത്തിയാൽ മാത്രമേ ഏത് സംഘമാണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. അതൊരു ഭക്തി നിർഭരമായ ഒരു കാഴ്ച, അതായത് ഒരു ശിവരൂപവും ഒപ്പം തന്നെ നന്ദി രൂപവുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കാഴ്ചയാണ് വരുന്നത്. കാരണം ഈ നിശ്ചല ദൃശ്യങ്ങളിലെല്ലാം തന്നെ പല വൈവിധ്യമാർന്ന വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന് ലഹരി വിരുദ്ധത ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ഇടപെടൽ എത്രമാത്രം ഈ സമൂഹത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുള്ള അത്തരം ദൃശ്യങ്ങളുണ്ട്. ഒപ്പം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ വിവിധ തരത്തിലുള്ള ഭക്തി നിറഞ്ഞ തരത്തിലുള്ള ആ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന അത്തരത്തിൽ നിശ്ചല ദൃശ്യങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ധാരാളം ആളുകൾ ഇതിങ്ങനെ കാതോർത്ത് കൺപാർത്ത് ഇരിക്കുന്നു ഈ പൂരത്തിൻ്റെ നഗരിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സംഘം മാത്രമാണ്, വെളിയന്നൂർ മാത്രമാണ് ഇതുവഴി കടന്നുപോയത്. അടുത്ത സംഘം കടന്നു വരുന്നു. അങ്ങനെ ഇനി ബാക്കി 8 സംഘങ്ങളുണ്ട്. ആ 8 സംഘങ്ങളും ഘട്ടം ഘട്ടമായി കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കും. അല്പസമയത്തിനകം തന്നെ അതുണ്ടാകും. എന്തായാലും വെളിയന്നൂരിന് പുറമെ ഇനി കുട്ടൻകുളങ്ങര ദേശം ഇതുവഴി തെക്കേ ഗോപുരത്തിൻ്റെ അതിന് താഴെ കൂടി കടന്നു പോകാനുണ്ട്. അതോടൊപ്പം തന്നെ വിയൂരിൽ നിന്നുള്ള സംഘമുണ്ട്, ശങ്കരംകുളങ്ങര ദേശത്തു നിന്നുള്ള ആളുകളുണ്ട്, അയ്യന്തോളിൽ നിന്നുള്ള ആളുകളുണ്ട്, ചക്കാമുക്ക് ദേശം, സീതാറാമിൽ ദേശം, നായ്ക്കനാൽ ദേശം, ഒപ്പം തന്നെ പാട്ടുരാക്കിൽ ദേശം, അങ്ങനെ 9 ദേശങ്ങൾ ഇതുവഴി ഈ തെക്കേ ഗോപുരം വഴി കടന്നു പോകും. അത് പൂർണ്ണമായും ഈ സ്വരാജ് റൗണ്ട് വലം വയ്ക്കാതെ ഒരു സംഘവും മടങ്ങിപ്പോകില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതായത് ഇതിന് ചുറ്റും കടന്നുപോയി ഇത് നേരെ നടുവിലാലെത്തി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ തേങ്ങയുടച്ചാണ് ഓരോ സംഘവും കടന്നു പോകുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ വലിയ രീതിയിൽ ഇവിടുത്തെ ഒരു പൂരം എങ്ങനെയാണോ അതുപോലെ തന്നെ വലിയ മതമൈത്രിയുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. ഈ പുലിത്താളം ചവിട്ടുന്ന ആളുകളിൽ വിവിധ തരത്തിലുള്ള മതസ്ഥരായിട്ടുള്ള മനുഷ്യരുണ്ട്, വിവിധ രാഷ്ട്രീയ ചിന്തയുള്ള മനുഷ്യരുണ്ട്, വിവിധ തരത്തിലുള്ള നിലപാടുകളുള്ള മനുഷ്യരുണ്ട്. അവരെല്ലാവരും തന്നെ പുലിക്കളി എന്ന കാര്യത്തിൽ ഒറ്റ മനസ്സാണ്. അത് പൂരം പോലെ തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് പുലിക്കളി. ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അത് നന്ദിയുടെയും ഒപ്പം തന്നെ ശിവന്റെയും ദൃശ്യമാണ്. ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു. അതിങ്ങനെ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തരത്തിൽ വളരെ വൈവിധ്യമുള്ള തരത്തിലാണ് ഇങ്ങനെയുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. പല മനുഷ്യരുടെയും കൂടിച്ചേരലിൻ്റെ ഒരു ഇടം കൂടിയാണ് ഇത്. നമുക്ക് ആ ക്യാമറ ഒന്ന് ഈ ഭാഗത്തേക്ക് എത്തിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. കൃത്യമായ രീതിയിൽ പല ആളുകളും കൂടിച്ചേരുന്നു എന്നുള്ളതാണ്. പലരും ഇവിടെ എത്തി സൗഹൃദം പുതുക്കുന്നത്. പൂരപ്പറമ്പിൽ നടക്കുന്ന പോലെ തന്നെ ഈ പുലിപ്പറമ്പിലും അത് നടക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? ചേറ്റുപുഴ അതിവിടെ അടുത്ത് തന്നെ. തൃശ്ശൂരാണ്. അടിപൊളി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, നല്ല തിരക്കുണ്ട്. പിന്നെ തീർച്ചയായിട്ടും രസമായിട്ടുണ്ട്, അടിപൊളി, ഹാപ്പിയാണ്. പുലി വൈബ് അടിപൊളിയാണ്, ഹാപ്പി, സൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ വരുന്നത്. ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. ഇവര് വരാറുണ്ട്, മകനാണ്. അപ്പൊ എന്തായാലും ആദ്യമായി തൃശ്ശൂർക്കാരിയായിട്ടും ആദ്യമായിട്ട് പുലിക്കളി കാണാമെന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതും മറ്റൊരു കാഴ്ച കൂടിയാണ്. അതിങ്ങനെ ആ നിശ്ചല ദൃശ്യം അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.